ഇന്ന് നമുക്ക് അരിയും പയറും കുഞ്ഞുള്ളിയും വറ്റൽമുളകും ഒരു പിടി തേങ്ങയും കൂടെ ഒരുമിച്ചിട്ട് നമുക്കൊരു കഞ്ഞി വെക്കാം. അതിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് അച്ചാറും ഉണക്കുന്നതിനും. ഓക്കെ, അരിയും പയറും ഒരുമിച്ചിട്ടുണ്ടാക്കുന്ന കഞ്ഞി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യം വരുന്ന ഓർമ്മകൾ ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് പള്ളിയിൽ നിന്നാണ് അന്ന് ഉച്ചയ്ക്ക് കഞ്ഞി കിട്ടുക കേട്ടോ. ആ കഞ്ഞി ഇതുപോലത്തെ നല്ല രുചിയുള്ള കഞ്ഞിയാണ്. പിന്നെ അവിടെയുള്ളൊരു വ്യത്യാസം, അന്ന് അവിടെ ഉണക്കമീനൊന്നും ഉണ്ടാവില്ല, പകരം അച്ചാർ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഫുൾ വെജ് ആയിരിക്കും. ദുഃഖ വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് സമൂഹ കുരിശിൻ്റെ വഴി ഉണ്ടാവും. അത് കഴിഞ്ഞൊരു 10:30 ആകുമ്പോൾ പള്ളിയിലെത്തി ഉച്ചത്തെ ആരാധനയും കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷീണിച്ച് ഈ ഒരു കഞ്ഞി കുടിക്കും. എൻ്റെ അമ്മയെ അതിന് എന്തൊരു ടേസ്റ്റ് എന്നറിയോ, ആ ഒരു ഫീലിംഗ് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. കഞ്ഞിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ നായകന്റെ രംഗപ്രവേശനം ആയട്ടോ. ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത് എൻ്റെ അമ്മോ അത്യുഗ്രൻ നിമിഷങ്ങളാണ്. വീട് ഉൾപ്പെടെ കത്തിക്കരിഞ്ഞിരിക്കാത്തത് ആരുടെയോ ഭാഗ്യം എന്ന് വേണം പറയാൻ. സത്യം പറയാലോ, ഒരു നിമിഷം എൻ്റെ നല്ല ജീവൻ പോയി എന്ന് വേണം പറയാൻ. ഞാൻ അത്രയ്ക്ക് ടെൻഷൻ അടിച്ചു പോയി ആ തീ വന്നത് കണ്ടപ്പോൾ. എങ്ങനെയാണ് ആ തീ വന്നതെന്ന് ഒരു പിടിയില്ല. കാര്യം നമ്മൾ ഇട്ട സാധനത്തിൽ ഓയിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ എവിടെന്നോ തീ കയറിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, എന്തായാലും കഴിഞ്ഞു. അങ്ങനെ കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഇതേ ഒരു കോളിംഗ് ബെല്ല് കേട്ടു. വന്നതാരാ? കഞ്ഞി കുടിക്കാൻ വന്നത് ഞങ്ങളുടെ അതിഥിയാണ്, കുക്കുമോള്. ഞാനിന്ന് കുക്ക് വരുന്നുണ്ട്, കഞ്ഞി വെച്ചു അമ്മയെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എനിക്കിട്ട് നല്ല വഴക്ക് വന്നു. കൊച്ചു വരുമ്പോൾ കഞ്ഞി ഞാനോട് വെച്ച് കൊടുക്കുന്നത്, നല്ല ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു സെക്കൻഡ് ഞാനും വിചാരിച്ചു, ശരിയാ ചോറും ചിക്കൻ കറി ആയിരുന്നു ഉണ്ടാക്കേണ്ടിയിരുന്നെന്ന്. പക്ഷെ കുഴപ്പമില്ല, കുക്കുവിനോട് പറഞ്ഞപ്പോഴാണ് കാര്യം അറിഞ്ഞത് കുക്കുവിന് കുക്കറില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ കുക്കു കഞ്ഞി കുടിച്ചിട്ട് കുറേ നാളെ. സോ ഞങ്ങൾ നല്ല ആസ്വദിച്ച് കഞ്ഞി കുടിച്ചു.